ഒരിക്കൽ കൃഷ്ണനും രാധയും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ആ സമയം ഒരു തേനീച്ച വന്ന് രാധയെ ശല്യം ചെയ്യാൻ തുടങ്ങി. അതിനെ ഓടിക്കാൻ കൃഷ്ണൻ ഒരു ഗോപബാലനോട് ആവശ്യപ്പെട്ടു. തേനീച്ചയെ ഓടിച്ചിട്ട് വിവരം സുഹൃത്ത് അവരോട് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ തന്റെ സമീപത്തുനിന്ന് പോയതായി രാധയ്ക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് രാധ കരയാൻ തുടങ്ങി. രാധ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഓ പ്രാണനാഥ കൃഷ്ണ, നീ എവിടെ പോയി എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട്? കൃഷ്ണൻ തന്നോടൊപ്പം ഇരിക്കുന്നുവെന്ന് രാധ തിരിച്ചറിഞ്ഞില്ല. കൃഷ്ണൻ രാധയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാധയുടെ വിരഹത്തിന്റെ വിലാപം കണ്ട് അവൾ തന്റെ മടിയിലിരിക്കുകയാണെന്ന കാര്യം കൃഷ്ണനും മറന്നുപോയി. രാധ തന്റെ സമീപത്തുനിന്ന് പോയതായി കൃഷ്ണനും തോന്നി. തുടർന്ന് കൃഷ്ണനും കരയാൻ തുടങ്ങി. അവരുടെ സ്നേഹമാകുന്ന കണ്ണുനീരിന്റെ മിശ്രിതത്തിൽ നിന്ന് പ്രേമ സരോവരം എന്ന കുളം ഉണ്ടായി. സഖിമാർ ഇരുവരുടെയും അവസ്ഥ കണ്ടപ്പോൾ അവരും ബോധരഹിതരായി. തുടർന്ന് രാധയുടെ പെൺകിളി ആവർത്തിച്ച് രാധയുടെ പേര് ഉച്ചത്തിൽ ചൊല്ലാനും ആൺകിളി ശ്രീകൃഷ്ണന്റെ പേര് ഉച്ചത്തിൽ ചൊല്ലാനും തുടങ്ങി. പരസ്പരം പേര് കേട്ടപ്പോൾ രാധ ബോധം വീണ്ടെടുക്കുകയും പരസ്പരം പ്രണയത്തോടെ പ്രേമ സരോവരത്തിലേക്ക് നോക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ രാധ തന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനത്ത് ശ്രീകൃഷ്ണന്റെ രൂപം കാണുകയും ശ്രീകൃഷ്ണൻ തന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനത്ത് രാധയുടെ രൂപവും കാണുകയും ചെയ്തു. അങ്ങനെ പ്രേമ സരോവരം ഉദാത്ത പ്രണയത്തിന്റെ ഉത്തമോദാഹരണമായി മാറി.